Hi guys, again welcome back to my channel Kicks Daily Vlogs. ഇന്നൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ നാടൻ ബീഫ് പെരളൻ ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ തിക്കായ ഗ്രേവിയിലും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് പെരളനാണിത്. ഒട്ടും വൈകാതെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം കേട്ടോ. ഒരു ചെറിയ ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ഒഴിച്ച് ഒരു 2 മീഡിയം സൈസുള്ള സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും 5 പച്ചമുളകും കുറച്ച് കറി ലീഫും നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ആവുന്നതിന് വരെ നമ്മൾ ഇളക്കണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് 1 സ്പൂൺ കാശ്മീരി ചില്ലി, 2 സ്പൂൺ മല്ലിപ്പൊടിയും, 2 സ്പൂൺ മീറ്റ് മസാലയും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. മസാലയുടെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഈ മസാലകളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ടിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വിനീഗർ. നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പിൽ തന്നെ ഒരു അടപ്പ് നമ്മൾ വിനീഗർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മീറ്റിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാലയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5-8 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളമാണ് കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ ബീഫ് ഇട്ട് വെച്ചാൽ ജസ്റ്റ് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ച് ഞാനൊരു 10 വിസിൽ വരെയാണ് കേട്ടോ കേൾപ്പിച്ചത്. ഓരോ കുക്കറിനനുസരിച്ചിരിക്കും അതിൻ്റെ വേവ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വേവിക്കുക. എന്നിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ വേറൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ ഇത് സഹായിക്കും കേട്ടോ. ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് തുറന്ന് വെച്ച് വേണം കേട്ടോ വേവിക്കാനായിട്ട്. ഇതിലുള്ള വെള്ളം നമ്മൾ നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ വെള്ളം വറ്റുന്നിടം വരെ നമുക്കിത് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് ഏകദേശം വെള്ളം പറ്റാനായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കണം. കുറച്ചുകൂടി നേരം നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് തന്നെ വെക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വെള്ളം ഏകദേശം പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ബീഫ് പെരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.